Itel എന്ന ബ്രാൻഡിന്റെ Itel A05s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 6500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഫോൺ എന്തിനാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് A05s എന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐറ്റലിന്റെ A05s 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, പക്ഷേ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് എന്ന് വെച്ച ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പഞ്ചോൾ ഡിസൈൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു ഫോണിലും വരുന്നത്. അപ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.18 mm ആണ്. അപ്പം അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. വെറും 4000 mAh ബാറ്ററി ആയിട്ട് കൂടി തിക്നെസ് ഇത്ര വരുന്നുണ്ട്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ക്രിസ്റ്റൽ ബ്ലൂ, ഗ്ലോറിയസ് ഓറഞ്ച്, നെബുല ബ്ലാക്ക്, അതുപോലെ തന്നെ മിഡോ ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ unisoc SC9863A എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ട് ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് 5G ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഫോണിൽ 2 GB റാം എടുത്തിട്ടുണ്ട്, 32 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡി ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാം കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഫോണിൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് സോഫ്റ്റ്വെയറിൽ കൊടുക്കാറ്. അതാണ് ഈ ഒരു ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 5 MP ക്യാമറ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും 5 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നുമില്ല, 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് ഇതിൽ വരുന്നുള്ളൂ. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു. 6499 രൂപയാണ് ഈ ഫോണിൻ്റെ വില വരുന്നത്. പിന്നെ ഇങ്ങനൊരു ഫോൺ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഐറ്റലിൻ്റെ തന്നെ Itel P40 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ നമുക്ക് 6000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ആ ഫോണിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോണിൽ നമുക്ക് 6000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഏകദേശം ഇതേ സെയിം പ്രോസസ്സറും അതുപോലെ തന്നെ 2 GB റാമും 32 GB ഇൻറ്റേർണലും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 6000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഐറ്റലിൻ്റെ തന്നെ ഒരു ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം 6500 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 3 GB റാമും 64 GB ഇൻറ്റേർണലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐറ്റലിൻ്റെ തന്നെ ഓൾറെഡി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ ഉണ്ടാകുമ്പം ഇങ്ങനൊരു ഫോൺ എന്തിനു ലോഞ്ച് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. എന്തായാലും ഫീച്ചേഴ്സ് നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐറ്റലിൻ്റെ തന്നെ ഒരു ഫോൺ കോമ്പറ്റീഷനിലായിട്ട് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇങ്ങനൊരു ഫോണിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഐറ്റലിൻ്റെ Itel A05s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.